ഇന്ദ്രൻ വേഗത്തിൽ ഭാനുവിൻ്റെ ഫോണിൽ വിളിച്ചു. പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുകയായിരുന്ന ഭാനു ഈ സമയം ശിവ ഫോൺ എടുത്ത് സംസാരിച്ചു. ഏട്ടാ, ഭാനിച്ചി പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്, ഇപ്പം കൊടുക്കാൻ കേട്ടോ. ശിവു പറയുന്നത് കേട്ടപ്പോൾ ആശ്വാസം തോന്നി ഇന്ദ്രന്. ഭാനുവിന് ഒന്നും പറ്റിയിട്ടില്ല. ഭാനിച്ചി, ദേ ഏട്ടൻ വിളിക്കുന്നു. പൂജാമുറിയിൽ നിന്നിറങ്ങിയ ഭാനുവിൻ്റെ അടുത്തേക്ക് വന്ന് ഫോൺ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ശിവു. ഇന്ദ്രേട്ടാ, വീട്ടിലെത്തിയോ ചോദിച്ചുകൊണ്ട് ഭാനു മുറ്റത്തെ ചെമ്പകമരത്തിൻ്റെ അടുത്തേക്ക് നടന്നു. ഇല്ല, ഓഫീസിൽ നിന്നും ഇറങ്ങില്ല, നിന്നിന്ന് വിളിക്കാൻ തോന്നി. പിന്നെന്താ വിശേഷം? വിളക്ക് വെച്ചോ? ഓവ്, വേറെ ഒരു ജോലിയും എടുക്കാൻ ശാരദയെടുത്ത് സമ്മതിക്കുന്നില്ല, ഭാനു പരിഭവം പോലെ പറഞ്ഞു. അത് നന്നായി, നീ അവിടെ പോയാൽ ഒതുങ്ങിയിരിക്കില്ലെന്ന് വിചാരിച്ചു ഞാൻ, ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. ഭാനു പൂർണിമ വന്നതൊന്നും പറയാത്തത് കൊണ്ട് ചോദിക്കാൻ പോയില്ല ഇന്ദ്രൻ. അല്ല, ജ്യോതിയെ കാണാൻ പോയോ? ഭാനു ചോദിച്ചു. ഇല്ല, ഡോക്ടറെ വിളിച്ചു, പെട്ടെന്ന് എന്തോ ആവശ്യമായതുകൊണ്ട് ലീവ് എടുത്തുവെന്ന്. നാളെ ചെല്ലാൻ പറഞ്ഞു. നാളെ കാലത്ത് അവിടെ പോയിട്ട് വേണം ഓഫീസിൽ വരാൻ. സിദ്ധി തേയില ഫാക്ടറിയിൽ പോയതുകൊണ്ട് ഇവിടെ ആളില്ലാതെ പറ്റില്ല. എന്തായാലും നാളെ പോകാം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ, രാത്രി വിളിക്കാം. വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ ആദ്യം ശിവം പുറത്തു പോയിരുന്നു, വരുമ്പോൾ മസാല ദോശ കൊണ്ടുവന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ വരവ് കാത്ത് എത്ര പേരാണ് ഇരിക്കുന്നത് അല്ലേ ഇന്ദ്രേട്ടാ? ഭാനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഒത്തിരി പേര് ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ടെങ്കിലും അതത്ര താല്പര്യമില്ലാത്തവരും ഉണ്ട് ഭാനു എന്ന് പറയാൻ തോന്നി അവന്. അതെ, നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട് ഭാനു. ശരി, രാത്രി വിളിക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇന്ദ്രൻ. അവൻ്റെ മനസ്സിൽ കുളിർക്കാറ്റ് വീശി. പൂർണിമ അവിടേക്ക് ചെന്നിട്ടില്ല. പിന്നെ ഒറ്റപ്പാലത്ത് എവിടെ പോയി? തൻ്റെ അറിവിൽ ആ ഭാഗത്ത് ഒരു ബന്ധുക്കളും അവർക്കില്ല. എന്തെങ്കിലും ആവട്ടെ, ഭാനു സേഫാണ്, അത് മതി തനിക്ക്. ഇന്ദ്രൻ തൻ്റെ ജോലികൾ പൂർത്തിയാക്കി എഴുന്നേറ്റു. ഹോസ്പിറ്റൽ ICUവിൽ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. പുറത്ത് കാത്തു നിൽക്കുന്ന പോലീസിന് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്, ഇഞ്ചുറി മൊത്തം ഹെഡിലാണ്. വണ്ടി ഓടിച്ചത് ആ ലേഡിയായിരിക്കും. പ്രായമായ സ്ത്രീക്ക് തലയ്ക്ക് പരിക്കില്ല, എന്നാലും കാലിൻ്റെ പാദം പൊട്ടലുണ്ട്. അതുപോലെ കൈമുട്ടും പൊട്ടിയതും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപകടം നേരിട്ട് കണ്ട ഷോക്കിൽ പരസ്പരം വിരുദ്ധമായി സംസാരിക്കുന്നവർ. അതുകൊണ്ട് ആ ഡ്രസ്സ് കിട്ടിയിട്ടില്ല. തൃശ്ശൂരാണ് സ്ഥലമെന്നാണ് അറിയുന്നത്. കാറിൽ നിന്നും ഫോൺ കയറ്റിയിട്ടുണ്ട്, പക്ഷെ ലോക്ക് ആയതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതിലേക്ക് ആരും ഈ സമയം വരെ വിളിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. TV-യിൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ട്. കണ്ടറിഞ്ഞ് ആരെങ്കിലും വിളിച്ചാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്യാൻ കൊണ്ടുപോകാം. എന്തായാലും കുറച്ച് സമയം കൂടി നോക്കാം, പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. സാർ, ഫോണിൽ ഒരാൾ വിളിക്കുന്നുണ്ട്. കോൺസ്റ്റബിൾ ഫോൺ കൊണ്ടുവന്ന് സാറിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഹലോ, വള്ളുവനാട് SI സുരേഷ് കുമാറാണ് സംസാരിക്കുന്നത്. പോലീസ് ഓഫീസർ പറഞ്ഞു കേട്ട് മറുവശത്തും ഞെട്ടലോടെയാണ് ഭരതൻ ചോദിച്ചത്. അല്ല സാർ, പൂർണിമ മോളുടെ ഫോണാണിത്, മോളെവിടെ? ഹേ മിസ്റ്റർ, ആദ്യം നിങ്ങളുടെ പേര് പറയൂ. ഈ കുട്ടിയുടെ ആരാണ് നിങ്ങൾ? ഓഫീസർ ചോദിച്ചു. ഞാൻ ഭരതൻ, എൻ്റെ പെങ്ങളുടെ മകളാണ് പൂർണിമ. അയാൾ പറയുന്ന കേട്ട് ഓഫീസർ ആശ്വാസത്തിൽ കോൺസ്റ്റബിൾ സദാശിവനെ നോക്കി. നിങ്ങളുടെ പെങ്ങളുടെ മകളെന്ന് പറയുന്ന കുട്ടിയുടെ കാർ അപകടത്തിൽപ്പെട്ടു. പ്രായമുള്ള ഒരു സ്ത്രീയും കൂടിയുണ്ട്. 2 പേരാണ് കാറിലുണ്ടായിരുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ല. ഇപ്പോൾ വള്ളുവനാട് ഹോസ്പിറ്റലുണ്ട്. 2 പേരും കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. പെൺകുട്ടിയുടെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഇവിടെ വേണ്ടപ്പെട്ടവരെ കൂട്ടിക്കൊണ്ട്. ഓഫീസർ പറയുന്ന കേട്ട് പകച്ചിരുന്നു ഭരതൻ. പറഞ്ഞത് കേട്ടില്ലേ? ഓഫീസർ വീണ്ടും ചോദിച്ചു. കേട്ടു സാർ, ഉടനെ വരാം പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഭരതൻ. വേഗത്തിൽ അനിയൻ സഹദേവനെ വിളിച്ച കാര്യം പറഞ്ഞു. പൂർണിമയുടെ അമ്മയുടെ സഹോദരന്മാരാണ് 2 പേരും. തറവാട്ടിൽ ഒരുമിച്ചാണ് താമസം. പെങ്ങളെ ബിസിനസ് നോക്കി നടത്തുന്നതും ഇപ്പോൾ ഇവരാണ്, ഇന്ദ്രൻ്റെ ശത്രുക്കളും. ഏട്ടാ, അയാളെ വിളിച്ചു പറയണ്ടേ? അനിയൻ ചോദിച്ചു. പിന്നെ അയാളെ കൂട്ടിക്കൊണ്ട് പോകണം, എന്തായാലും പൈസ കരുതണം. ICUവിലാണ് എന്നാണ് പറഞ്ഞത്. മോൾക്ക് കുറച്ച് സീരിയസ് ആണെന്നും. ഇനി എന്തൊക്കെ സംഭവിക്കുക എന്തോ. എന്നാലും ചേച്ചിത് ആരോടും പറയാതെ ഒറ്റപ്പാലത്ത് എന്തിനു പോയി എന്നാണ് മനസ്സിലാവാത്തത് പറഞ്ഞുകൊണ്ട് ഭരതൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അനിയനേട്ടൻ്റെ കൂടെ കയറി തറവാട്ടിലെത്തി വിവരം അറിയിച്ചിരുവരും പ്രഭാകരൻ നാട്ടിൽ വീട്ടിലെത്തി അയാളെയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ ഇരുണ്ട മുറിക്കുള്ളിൽ കിടക്കുകയാണ് ജ്യോതി. എണ്ണമയം തീരെയില്ലാത്ത മുടി ജട കെട്ടിയിരിക്കുന്നു. കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നവൾ. തടിച്ച അവളുടെ ശരീരം എല്ലും തോലുമായിരിക്കുന്നു. ഉറക്കം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കണ്ണുകൾക്ക് ചുറ്റും കറുപ്പും നിറയും വലയും തീർത്തിട്ടുണ്ട്. തൻ്റെ ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പ് എന്നത് വയറിൽ വര തീർത്ത സിസേറിയൻ ചെയ്ത വേദനയാണ്. അതല്ലാതെ മറ്റൊരു ലോകവും അവൾക്കില്ല. എഴുതാത്ത പുസ്തകം പോലെ ബ്ലാങ്കായി കിടന്നു അവളുടെ മനസ്സ്. അനി ബാർ റൂമിൽ തന്നെയായിരുന്നു. എത്ര കുടിച്ചിട്ടും അവൻ്റെ ഓർമ്മകൾക്ക് ഒരു നാശവും സംഭവിക്കുന്നില്ല. എത്ര മദ്യപിച്ചിട്ടും ഭാനുവിൻ്റെ ഓർമ്മകൾ അവനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഭാനുവിനെ പോയി കണ്ട് മാപ്പ് പറയാതെ ഇതിൽ നിന്നും ഒരു മോചനം തനിക്കുണ്ടാകില്ലെന്ന് മനസ്സിലായി അവന്. ചുട്ടുപൊള്ളുന്ന ഓർമ്മകൾ അവൻ്റെ ഹൃദയത്തെ ഉമ്മിത്തിലെന്നതുപോലെ നീറിപ്പിടിപ്പിച്ചു. ഭരതൻ അറിഞ്ഞതോടെ പൂർണിമയ്ക്കും അമ്മയ്ക്കും അപകടം പറ്റിയ വിവരം എല്ലാവരും അറിഞ്ഞു. ഇന്നെൻ്റെ അമ്മമ്മ വിവരം അറിഞ്ഞ് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ജയന്തിയമ്മയെ വിളിച്ചു. അളക വാർത്ത കേട്ട് ഞെട്ടിത്തരിച്ചു. അത് ഒറ്റപ്പാലത്ത് വെച്ചാണ് അപകടം ഉണ്ടായതെന്ന് അറിഞ്ഞപ്പോൾ
അവർ പദ്ധതി നടപ്പിലാക്കിയോ എന്നതായിരുന്നു അവളുടെ ചിന്ത. എന്തായാലും ഭാനുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയോ എന്തോ, അതായിരുന്നു അവളുടെ ചിന്ത. അളക വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പൂർണിമ അപകടത്തിൽപ്പെട്ടതിൽ അല്ല അവൾക്ക് ടെൻഷൻ, ഭാനുവിൻ്റെ കുഞ്ഞ് ഇല്ലാതായാൽ മതിയെന്നായിരുന്നു അവളുടെ മനസ്സിൽ. ജയന്തിയമ്മ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി പതിയെ റൂമിൽ നിന്നും ഇറങ്ങി ഹാളിൽ വന്നിരുന്നു അളക. ജയന്തിയമ്മ ഇന്നലെ ഫോൺ വിളിച്ച് കാര്യം പറയുകയായിരുന്നു. മോനെ, നമ്മുടെ പൂർണിമ മോൾക്ക് അപകടം പറ്റിയെന്ന് അമ്മമ്മ വിളിച്ചിരുന്നു, ഒന്ന് പോയി നോക്കും മോനെ. എൻ്റെ ഏട്ടൻ്റെ മോളല്ലേ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാവുക, അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നുമല്ല. അമ്മയും വരാം, നമുക്കൊന്ന് പോയി നോക്കാം. എനിക്കൊരു സമാധാനമില്ല, എൻ്റെ ഏട്ടൻ്റെ ഗതി തന്നെ മോൾക്ക് വന്നല്ലോ. അമ്മയുടെ കരച്ചിൽ കേട്ട് ദേഷ്യം വന്നുവെങ്കിലും അമ്മ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് താനൊന്നും പറയുന്നത് ശരിയല്ലെന്ന് മനസ്സിലായവന്, അമ്മ സമാധാനമായിരിക്കും, ഞാൻ വരാം. പിന്നെ ഹോസ്പിറ്റലിൽ കാത്തു കെട്ടി കിടക്കാനൊന്നും എനിക്ക് കഴിയില്ല, അതിനൊക്കെ അവിടെ മാമന്മാരുണ്ടാകും. ഇന്നെന്നെ അവർക്ക് ശത്രുവാണിപ്പോൾ. അമ്മയെ അവിടെ ഇറക്കി തരാം. അമ്മാമ്മയുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ അവിടെ ഇറക്കി ഞാൻ ഭാനുവിൻ്റെ വീട്ടിൽ പോകും. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ രാത്രി പോകണ്ട, ഇന്നത്തെ വിവരം അറിഞ്ഞിട്ട് നാളെ അമ്മ ഡ്രൈവറെ കൂട്ടിപ്പോയ്ക്കോ. ഇന്ദ്രൻ പറഞ്ഞത് അത്ര തൃപ്തിയായില്ല അവർക്ക്. നീ വേഗം വാ, അച്ഛൻ പുറത്തേക്ക് പോയിരിക്കാണ്, അമ്മ വിളിച്ചു പറയട്ടെ. എന്തായാലും നീ വരാൻ നോക്ക്, അമ്മ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അച്ഛനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അച്ഛനും രാത്രി പോകണം തന്നെയാണ് പറഞ്ഞത്. ഒടുവിൽ അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇന്ദ്രൻ ഓഫീസിൽ നിന്നും എത്തുമ്പോഴേക്കും അച്ഛനും എത്തിയിരുന്നു. മോനെ, എന്നാലും മറിഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും പോയി ഒന്ന് അന്വേഷിച്ചില്ലെങ്കിൽ മോശമാകും. ഒരു കാര്യം ചെയ്യ്, നീ ഹോസ്പിറ്റലിൽ പോയി വിവരം തിരക്കിയിട്ട് മോളുടെ വീട്ടിലേക്ക് പോയിക്കോ. നാളെ ഓഫീസിലേക്ക് വന്നാൽ മതി. നാളെ രാവിലെ ജയന്തി കൂട്ടിക്കൊണ്ട് ഞാൻ പോകാം. മല്ലി കൊടുത്ത ചായ വാങ്ങി കുടിച്ചുകൊണ്ട് ഇന്ദ്രൻ അച്ഛൻ പറഞ്ഞ് ശ്രദ്ധിക്കും പോലെ ഇരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകൾ അസ്വസ്ഥമായ മുഖത്തോടെ ഇരിക്കുന്ന അളകയിലായിരുന്നു. അവളുടെ മുഖത്ത് എന്തോ കള്ളത്തരം ഒളിഞ്ഞു കിടക്കുന്നത് പോലെ തോന്നിയവന്. അവൾ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ. ശരി അച്ഛാ, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞു നാറുന്നുണ്ട്. ഒറ്റപ്പാലത്ത് വെച്ച് മാമയ്ക്കും പൂർണിമയ്ക്കും ആക്സിഡൻറ്റ് പറ്റണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട്. അളകയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് ഇന്ദ്രൻ അത് പറഞ്ഞത്. അവളുടെ മുഖത്ത് കണ്ട ഞെട്ടിൽ നിന്നും മനസ്സിലായി അവന്, അവർ ഒറ്റപ്പാലത്ത് പോയതിന് പിന്നിലെ ഗൂഢാലോചനയിൽ ഇവൾക്കും പങ്കുണ്ടെന്ന്. അപ്പം എന്തായാലും 3 പേടിയും ഉദ്ദേശം നല്ലതിനായിരിക്കില്ല. എത്രയും പെട്ടെന്ന് ഭാനുവിൻ്റെ അരികിലെത്താൻ തുടിച്ചു അവൻ്റെ ഹൃദയം. ഞാൻ റെഡിയായിട്ട് വരാം, അമ്മ പേടിക്കേണ്ട. എന്തായാലും അമ്മയ്ക്കും മോൾക്കൊന്നും സംഭവിക്കില്ല, അത്ര പെട്ടെന്നൊന്നും അവർ പോകില്ല. മനസ്സിൽ പറഞ്ഞു ഇന്ദ്രൻ തൻ്റെ റൂമിലേക്ക് പോയി. അവർ എന്തിനാണ് ഒറ്റപ്പാലത്ത് പോയെന്നാണ് മനസ്സിലാകാത്തത്. ഇനി ഭാനുമോളുടെ വീട്ടിൽ പോയതായിരിക്കോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ വരാലോ. എന്തിനവിടെ പോകുന്നത്? അച്ഛനും സംശയത്തിൽ പറയുന്ന കേട്ടപ്പോൾ ചെറിയ ഭയം തോന്നി അവൾക്ക്. പിടിക്കപ്പെടുമെന്ന കുറ്റവാളിയുടെ അവസ്ഥ. ഒരു തരത്തിൽ ഉർവശി ശാപം ഉപകാരം എന്നതുപോലെ തോന്നി ഇന്ദ്രന്. ഭാനുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു കാരണം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൻ. കുളി കഴിഞ്ഞ് വേഗം ഡ്രസ്സ് മാറി ബാഗിലൊരു ജോഡി ഡ്രസ്സും എടുത്തു വെച്ച് ഇന്ദ്രൻ മുറി വിട്ടിറങ്ങി. അമ്മ ഹാൾ തന്നെ ഇരിക്കുന്നുണ്ട്. മോനെ, ചെന്നിട്ട് വിളിക്കണം കേട്ടോ, അമ്മയുടെ സ്വരത്തിൽ ആദ്യം നിറഞ്ഞിരുന്നു. അമ്മ വല്ലതെ ടെൻഷൻ അടിക്കണ്ട, ഒന്നും ഉണ്ടാകില്ല, ചെന്നിട്ട് വിളിക്കാം. അച്ഛൻ പോയിട്ട് വരാം. പിന്നെ എൻ്റെ ലാപ്പ് റൂമിലിരിക്കുന്നുണ്ട്, ഓഫീസിൽ വരുമ്പോൾ അച്ഛൻ കൊണ്ടുവന്നാൽ മതി. അതുകൂടി കൊണ്ടുപോകണ്ട എന്ന് കരുതിയാണ് ഇന്ദ്രൻ കീ ഹാളിൽ നിന്നും ബുള്ളറ്റിൻ്റെ കീ എടുത്തിറങ്ങി. അവിടെ എത്തിയിട്ട് വിളിക്കണം. അച്ഛൻ പറഞ്ഞപ്പോൾ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ദ്രൻ. അവൻ ഓടിച്ചു പോകുന്നത് നോക്കിയെന്നു ജയന്തിയമ്മ. ഭഗവാനെ കാത്തോണേ, മനമൊരുക്കി തന്നെ പ്രാർത്ഥിച്ചോർ. ഹോസ്പിറ്റൽ ഇതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് പൂർണിമയുടെ അവസ്ഥ. അവിടെ ബുദ്ധിക്ക് തന്നെ എന്തോ തകരാറ് സംഭവിച്ചതുപോലെയായിരുന്നു. ആങ്ങളമാരെയും ഭർത്താവിനെയും ഒന്നും തിരിച്ചറിയുന്നില്ല. പൂർണിമയും തലയ്ക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണിമയുടെ കാര്യത്തിലൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലായിരുന്നു ഡോക്ടർമാർക്ക്. ഐസിയുവിന് മുന്നിൽ നിർത്തിയിട്ട കസേരകളിലിരുന്നു പ്രഭാകരൻ നായരും ഭരതനും സഹദേവനും. സഹദേവൻ്റെ ഭാര്യ മീനാക്ഷിയും അവിടെ കൂടെ വന്നിട്ടുണ്ട്. സ്ത്രീകളായതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമോ എന്ന് കരുതി ഭാര്യയെ കൂടെ കൊണ്ടുവരികയായിരുന്നു സഹദേവൻ. മരുന്നും മറ്റുമായി അത്യാവശ്യം കാശ് ചിലവായി ഇപ്പോൾ തന്നെ. എന്നാൽ മറ്റൊരു ചിന്തയിലായിരുന്നു പ്രഭാകരൻ. ഭാമയുടെ 2ാമത്തെ പ്രസവം ഈ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ഇവിടെ നിന്ന് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല താൻ. വിധി തന്നെ വീണ്ടും ഇവിടേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ്. മനഃപൂർവ്വം മറന്നു തുടങ്ങിയ ഓർമ്മകളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ എന്നോണം പണ്ടത്തെ കാര്യങ്ങൾ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അങ്ങനെ പുറകെ ഒന്നായി വീശിയടിക്കുന്ന കടൽ തിരകളെ പോലെ ഇന്ദ്രൻ്റെ ബുള്ളറ്റ് ഇരുട്ടിനെ കീറി മുറിച്ച് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് ഇന്ദ്രൻ ഹോസ്പിറ്റൽ ഗേറ്റിലെത്തി. പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഇറങ്ങിയവൻ റിസപ്ഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് ആക്സിഡൻറ്റ് പറ്റിക്കൊണ്ടുവന്നവരെ കുറിച്ച് അന്വേഷിച്ചു ഇന്ദ്രൻ. ഐസു 2nd ഫ്ലോറിലാണെന്ന് പറഞ്ഞു ആ കുട്ടി. ഇന്ദ്രൻ താല്പര്യത്തിന് വന്നതല്ല, അമ്മയെ ധിക്കരിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം വന്നതാണ്. നടക്കുമ്പോൾ ഇന്ദ്രൻ ഓർത്തു. ഇന്ദ്രനെ കണ്ടപ്പോൾ പ്രഭാകരൻ നായർ വേഗം എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അത്ര താല്പര്യമില്ലാത്ത മട്ടിലിരുന്നു ഭരതനും സഹദേവനും. എന്തു പറഞ്ഞു ഡോക്ടർ? ഇന്ദ്രൻ പ്രഭാകരൻ നായരെ നോക്കി ചോദിച്ചു. ഒന്നും പറയാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ മോൾക്ക് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
തലയ്ക്കാണ് പരിക്ക് കൂടുതൽ പറ്റിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രഭാകരൻ നായർ വിഷമത്തോടെയാണ് പറയുന്നത്. അല്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്? ഇന്ദ്രൻ ചോദിച്ചു. ബുദ്ധിഭ്രമം സംഭവിച്ചതുപോലെയാണ് സംസാരിക്കുന്നത്. എന്നെയും ഇവരെയും ഒന്നും തിരിച്ചറിയുന്നില്ല. എന്തൊക്കെയോ പേടിയോടെ പറയുന്നുണ്ട്. പേടിച്ചരണ്ട കണ്ണുകളും മുഖവും ബഹളം കൂട്ടിക്കൊണ്ട് മയക്കി കിടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മയക്കം വിട്ടുണർന്നാൽ വല്ലാത്ത ബഹളമാണ്. പ്രഭാകരൻ നായർ പറയുന്ന കേട്ട് നിൽക്കുമ്പോഴാണ് ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓർമ്മ തിരിച്ചു കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. ഞങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം നമ്മളെല്ലാം വിശ്വസിക്കുന്ന ശക്തിയുടെ കൈകളിലാണ്. നന്നായി പ്രാർത്ഥിക്കൂ. ഡോക്ടറെ കണ്ടപ്പോൾ ഓടിച്ചെന്ന ഭരതനോടും സഹദേവനോടുമായി പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് കുറച്ച് മാറി നിൽക്കുന്ന ഇന്ദ്രനെ ഡോക്ടർ കാണുന്നത്. ഇന്ദ്രജിത്ത് വർമ്മ? ഡോക്ടർ അത്ഭുതത്തോടെ വിളിച്ചു. യെസ്, ഇന്ദ്രജിത്ത് വർമ്മ. ഇന്ദ്രൻ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. ഇന്ദ്ര, നിന്നെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് ഹൈസ്കൂളിൽ പഠിച്ചതാണ്. രാധ ടീച്ചറുടെ മകൻ ധനൂപാണ് ഞാൻ. ഇവിടെ വർക്ക് ചെയ്യുന്നു, ന്യൂറോ സ്പെഷ്യലിസ്റ്റായിട്ട്. ഡോക്ടർ ഗ്ലൗസ് ഊരി മാറ്റി കൈ കൊടുത്ത് ഇന്ദ്രന്. ധനൂപ്, നീ ഒത്തിരി മാറിപ്പോയി, കണ്ടിട്ട് മനസ്സിലായില്ല പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വലത് കൈ കൊണ്ട് ഡോക്ടറുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല, നിന്റെ ആരാ പേഷ്യൻസ്? ഇന്ദ്രൻ വിവരങ്ങൾ ധരിപ്പിച്ച് ഡോക്ടറെ. ശരി, താൻ വാ, നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം പറഞ്ഞിട്ട് ഇന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടർ റൂമിൽ ചെന്ന് അവിടെ അവസ്ഥ കൃത്യമായി പറഞ്ഞു. എന്തേലും നാളെ കാലത്ത് മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുന്നത് ആലോടല്ല. റൂം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട്. ഇന്ദ്രൻ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഡോക്ടർ പറഞ്ഞു. ഞാൻ അത്ര അടുപ്പമൊന്നുമില്ല, അറിഞ്ഞപ്പോൾ വന്നതെന്ന് മാത്രം. നാളെ അച്ഛനും അമ്മയും വരും. ഇവിടെ കിടക്കുന്ന അമ്മയും മകളും നല്ല ഉദ്ദേശത്തിലൊന്നുമല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വിളിക്കണം. നമ്പർ സേവ് ചെയ്ത് വെച്ചോ പറഞ്ഞു. ഇന്ദ്രൻ തൻ്റെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. കോൾ ചെയ്ത് വെച്ചോ, ഞാനും സേവ് ചെയ്യാം. എന്നാലും നിന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. എൻ്റെ വൈഫ് ഹൗസ് ഇവിടെയാണ്, ഞാൻ അവിടേക്കാണ് പോകുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മറ്റുള്ളവർ. ഇവിടെ ഇരിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ റൂമിലേക്ക് വിളിക്കാമെന്ന്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ ഇറങ്ങുകയാണ് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് നടന്നു. പാർക്കിങ്ങിൽ നിർത്തിയ വണ്ടിക്കടുത്തെത്തി ഇന്ദ്രൻ ഹെൽമെറ്റ് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് അധികം ദൂരമില്ല ഭാനുവിൻ്റെ വീട്ടിലേക്ക്. ഭാനു അറിയാതെ വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ അവളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കുമെന്നറിയാൻ ആകാംക്ഷ തോന്നി അവന്. ആ സമയമാണ് ഇന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഭാനു ആണല്ലോ. ഇന്ദ്രൻ വണ്ടി ഒതുക്കി ഫോൺ എടുത്തു. ഓഫീസിൽ നിന്നും എത്തിയില്ലേ? എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്കുകളിൽ പരിഭവം നിറച്ചുകൊണ്ട് ചോദിച്ചു ഭാനു. ഞാൻ പറഞ്ഞല്ലോ കുറേ പെയിൻറ്റിങ് വർക്ക് ഉണ്ടെന്ന്. ഓഫീസിൽ നിന്നും ഇറങ്ങി. താൻ എന്ത് ചെയ്യുന്നു? കിടന്നോ? ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടെ 8 മണി ആകുമ്പോഴേക്കും അമ്മാമ്മ കഴിക്കാൻ നിർബന്ധിക്കും. ഞാൻ പറഞ്ഞല്ലോ മസാല ദോശ കഴിച്ചത് കൊണ്ട് വിശപ്പില്ലായിരുന്നു. അമ്മാമ്മയുടെ സമാധാനത്തിന് ലേശം കഞ്ഞി കുടിച്ചു. ഇപ്പം റൂമിലാണ്. റൂമിലെത്തുമ്പോൾ ഏട്ടനെ ഓർമ്മ വരുന്നു പ്രണയത്തോടെ പറഞ്ഞു അവൾ. അത് ശരി, റൂമിലെത്തുമ്പോൾ മാത്രമാണ് എന്നെ ഓർമ്മ വരുന്നതല്ലേ? കൂറുമ്പോട് ചോദിച്ചു ഇന്ദ്രൻ. അങ്ങനെയല്ല ഇന്ദ്രേട്ടാ, റൂമിലെത്തുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ ഓരോ വിചാരങ്ങൾ അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആദ്യമുള്ളതുപോലെ തോന്നിയവന്. ഒന്നുമില്ല ഭാനു, ഇപ്പോഴെന്താ എന്നെ കാണുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ദ്രൻ ചോദിച്ചപ്പോൾ അവളൊന്ന് മൂളി. ശരി, ഞാൻ വീട്ടിലെത്തിയിട്ട് വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ ബൈ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കി പോക്കറ്റിൽ വെച്ച് ഇന്ദ്രൻ കുസൃതിച്ചിരിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇന്ദ്രൻ സ്പീഡ് കൂട്ടി. അടയ്ക്കാൻ തുടങ്ങിയ ബേക്കറിയിൽ നിന്നും കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങി. കാണാൻ പോകുന്നത് വെറും കൈയോടെ അവൻ പാടില്ലല്ലോ. 15 മിനിറ്റ് കൊണ്ട് ഭാനുവിൻ്റെ വീട്ടിലേക്ക് എത്തി ഇന്ദ്രൻ. ആദ്യം ആരെയോ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്ത് ഉലാത്തിക്കൊണ്ട് ഇന്ദ്രൻ ബുള്ളറ്റ് മുറ്റത്തേക്ക് കയറ്റി. അപ്രതീക്ഷിതമായി ഇന്ദ്രനെ അവിടെ കണ്ട ഞെട്ടിലായിരുന്നു ആദി. അല്ലളിയ, എന്തൊരു സർപ്രൈസ് വിസിറ്റ്! ഭാനേച്ചെ പറ്റിക്കാനായിരിക്കുമല്ലേ? ആദി ചോദിച്ചിട്ടുണ്ട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, അതാണ് വന്നത്. പിന്നെ ഭാനു അറിഞ്ഞിട്ടില്ല വരുന്നത്, അതുകൊണ്ടൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതി. ചുരുക്കത്തിൽ ആക്സിഡൻറ്റ് പറ്റിയ വിവരം ആദി ധരിപ്പിച്ചു ഇന്ദ്രൻ. അല്ല, എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ, ഞാൻ പോയേനെ? ആദി ചോദിച്ചപ്പോൾ ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മയ്ക്കും മോൾക്കും കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടുപേരും വലിയ ശല്യമായിരുന്നു. പിന്നെയുമുണ്ട് ഒരു രഹസ്യം, അത് ഞാൻ എല്ലാവരും കൂടി ഉള്ളപ്പോൾ പറയാം. നാളെ ആവട്ടെ. എന്നാലേ അവിടെ ഒരു മുഖചിത്രം നിങ്ങൾക്കും കിട്ടുകയുള്ളൂ. പ്രഭാകരൻ നായർ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇന്ദ്രൻ അത് പറഞ്ഞത്. എല്ലാവരും എല്ലാം അറിയുന്ന സമയമായിരിക്കുന്നു. ശിവയും ആദിയും അറിയണം പ്രഭാകരൻ നായർ ഇപ്പോൾ എവിടെയാണെന്ന്. അല്ല, ശിവയും അമ്മയും കിടന്നു അല്ലേ? പൂമുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇന്ദ്രൻ. ശിവയത്തെ വിളിച്ച് സംസാരിക്കണ റൂമിൽ അമ്മാമ്മ കിടന്നു. ഭാനേച്ചി മുകളിലെ റൂമിലുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഞാൻ പുറത്ത് പോയി വാങ്ങിയിട്ട് വരാം. ഇപ്പോൾ ഇവിടെയുള്ളത് വെള്ളം ഒഴിച്ച് കാണും ശാരദയെടുത്തി. ഞാൻ വേഗം വാങ്ങി വരാം. അതൊന്നും വേണ്ട, ഇവിടെയുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മതി. എൻ്റെ ഭാനു എന്തെങ്കിലും ഉണ്ടാക്കി തരാതിരിക്കില്ല. വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട ശാരദയെടുത്തെ. ആദ്യം ഭാനുവിനെ ഞെട്ടിച്ചിട്ട് വരാം, എന്നിട്ടാകാം ശിവയും അമ്മയും
പടികെട്ടുകൾ കയറി പൂമുഖത്തെത്തി കഴിഞ്ഞിരുന്നു അവർ. അപ്പോഴേക്കും ഏട്ടൻ പോയിട്ട് വാ, ഞാനിവിടെ ഉണ്ടാകും. ഇതൊക്കെ ആ മേശപ്പുറത്തേക്ക് വെക്ക്, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മുകളിലെ റൂമിലേക്കുള്ള ഗോവണി കയറി.